Good morning. ഇപ്പോൾ നമ്മൾ ഇന്ന് LPP പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. LPP നമുക്കറിയാം നമ്മൾ രണ്ട് മെത്തേഡ് പഠിക്കുന്നുണ്ട്. ഗ്രാഫിക്കൽ സൊല്യൂഷൻസും പഠിക്കുന്നുണ്ട്, അതേപോലെ സിംപ്ലെക്സ് മെത്തേഡും പഠിക്കുന്നുണ്ട്. ഗ്രാഫിക്കൽ സൊല്യൂഷൻസ് സിമ്പിൾ ആണ്. സിംപ്ലെക്സ് മെത്തേഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിംപ്ലെക്സ് മെത്തേഡിൽ നമുക്ക് തിയറി പാർട്ട് കുറേ വരുന്നുണ്ട്. ഫിസിബിൾ സൊല്യൂഷൻസ്, സ്ലാക്ക് വേരിയബിള്, പിന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്, പിന്നെ അതേപോലെ കൺസ്ട്രെയിൻസ്, അങ്ങനത്തെ കുറെ ടേംസ്, അതിന്റെ കുറെ തിയറി പാർട്ടുണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ പ്രോബ്ലം എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാന്നുള്ളത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, നോക്കാം. Use simplex method to solve. Maximize z is equal to 7x1 plus 5x2 subject to the constraint x1 plus 2x2 less than or equal to 6, 4x1 plus 3x2 less than or equal to 12, x1 x2 greater than or equal to 0. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഇക്വേഷൻസിനെ നമ്മൾ പറയുന്നത് കൺസ്ട്രെയിൻസ് ആണ് ഇക്വേഷൻ പറയുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കൺസ്ട്രെയിൻസിനെ നമ്മൾ ഈക്വാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ കൺസ്ട്രെയിൻസിനെ നമ്മൾ ഈക്വാലിറ്റി, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വാലിറ്റി, ഇൻഈക്വാലിറ്റിയിലാണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പൊ ഇതിനെ ഈക്വൽ ടു ആക്കണം. ഇതിനെ ഈക്വൽ ടു ആക്കുന്ന സമയത്ത് വെറുതെ ഈക്വൽ ടു ആക്കാൻ പറ്റില്ല. നമുക്ക് സംതിങ് ടു ബി ആഡഡ്, എന്തെങ്കിലും ഒരു സംഭവം ഇതിന് കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുന്ന വേരിയബിൾസിന് പറയുന്ന പേരാണ് സ്ലാക്ക് വേരിയബിൾസ്. അങ്ങനെ ആഡ് ചെയ്യുന്ന വേരിയബിൾസിന് പറയുന്നതാണ് സ്ലാക്ക് വേരിയബിൾസ്. നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ ഇൻഈക്വാലിറ്റി മാറ്റിയിട്ട് ഈക്വാലിറ്റി ആക്കാം. x1 plus 2x2 plus slack variable s1 plus slack variable s1 is equal to, ഇവിടെ എന്തായി, equal to 6 ആയി. ഇനി അതേപോലെ അടുത്തത് നോക്കാം. അടുത്തത് എന്താ, 4x1 plus 3x2. അപ്പോൾ അടുത്ത സെക്കൻഡ് ഇക്വേഷൻ വരുന്നത്, ഇത് മാറ്റുന്നുണ്ട്. സെക്കൻഡ് ഇക്വേഷൻ വരുന്നത് 4x1 plus 3x2 plus s2 ആണ് വേണ്ടത് നമുക്ക്. പ്ലസ് s2 is equal to 12. പ്ലസ് s2 is equal to 12. അപ്പൊ ഇവിടെ നമ്മള് ടേബിളിലാണ് സിംപ്ലെക്സ് മെത്തേഡ്, ഒരു ടേബിൾ ഫോം ചെയ്തിട്ടാണ് സിംപ്ലെക്സ് മെത്തേഡ് ചെയ്യുന്നത്. സോ അന്നേരം കുറച്ചുകൂടെ നമുക്ക് വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ് സെലക്ട് ചെയ്യേണ്ടത്. ആ കുറച്ചുകൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ട് നമ്മള് ഇവിടെ s1 ഉണ്ട്, ഇവിടെ s2 ഉണ്ട്. സോ ഈ ഒരു s2 കൂടെ ആഡ് ചെയ്യാം 0s2 ആയിട്ട്. അതേപോലെ തന്നെ ഇവിടെ 0s1 പ്ലസ് s2, 0s1 അഥവാ ഇവിടെ s1ന്റെ കോഎഫിഷ്യന്റ് 0 ആയിരിക്കും. മോളത്തെ ഇക്വേഷനിലെ കൺസ്ട്രെയിനിലെ s2ന്റെ കോഎഫിഷ്യന്റ് 0 ആയിരിക്കും. അപ്പോൾ കൺസ്ട്രെയിൻസിനെ ഈക്വാലിറ്റി ആക്കി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണിത്. അതിനെ എങ്ങനെ എഴുതാൻ നോക്കാം. സോ അതിനെങ്ങനെ എഴുതാം, മാക്സിമൈസ് z is equal to മാറ്റമൊന്നുമില്ല, 7x1 plus 5x2. എത്ര സ്ലാക്ക് വേരിയബിൾസ് ഉണ്ട്, 2 സ്ലാക്ക് വേരിയബിൾസ് ഉണ്ട്. അത് നമ്മൾ കൊടുക്കണം. പക്ഷെ അതിന്റെ കോഎഫിഷ്യൻസ് 0 ആയിരിക്കും. 0s1 plus 0s2. 0s1 plus 0s2. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി എഴുതാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താവും, മാക്സിമൈസ് z is equal to 7x1 plus 5x2 plus 0s1 plus 0s2 subject to the constraint x1 plus 2x2 plus s1 plus 0s2 is equal to 6, and 4x1 plus 3x2 plus 0s1 plus s2 is equal to 12. പിന്നെ നമ്മുടെ വേരിയബിൾസ് x1 x2 ഏതും കൂടെ ഉണ്ട്, s1 and s2 greater than or equal to 0. ഇതാണ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ഈക്വാലിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്ത്, ഇൻഈക്വാലിറ്റിയിലെ കൺസ്ട്രെയിൻസ് ഒക്കെ നമ്മൾ ഈക്വാലിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്ത് ഇനി നമ്മൾ ഇതെങ്ങനെ ടേബിളിൽ ഫില്ല് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യന് ജസ്റ്റ് ബോർഡിന്റെ സൈഡിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യന് മാറ്റി കഴിഞ്ഞപ്പോൾ z is equal to maximize z is equal to 7x1 plus 5x2 plus 0s1 plus 0s2 subject to the constraint equality ആക്കിയതിനു ശേഷമുള്ളതാണ് എഴുതി വെച്ചിരിക്കുന്നത്. x1 plus 2x2 plus s1 plus 0s2 equal to 6 and 4x1 plus 3x2
plus 0s1 plus s2 is equal to 12. ഇനി നമ്മൾ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ടേബിൾ നമുക്ക് ആദ്യം ബേസിക് കൺസ്ട്രെയിൻസിന്റെ കോഎഫിഷ്യൻസ് വേണം, വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ് വേണം. ഇത് നമ്മളെ സ്ലാക്ക് വേരിയബിൾസ് ആണ്. എക്സ് ബി എന്ന് പറയുന്നത് നമ്മളെ സൊല്യൂഷൻസ് ആണ്. ആൻഡ് നമ്മുടെ കോഎഫിഷ്യൻസ് x1 x2 s1 s2. പിന്നെ ഇവിടെ ഒരു കോളത്തിൽ നമുക്ക് റേഷ്യോസ് വേണം, റേഷ്യോസ്. പിന്നെ ഇവിടെ സി എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോഎഫിഷ്യൻസ്, കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് x1 s2 s1 s2 എന്നുള്ളത് എഴുതാൻ നോക്കാം. നമുക്ക് എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ആദ്യം നമ്മൾ വൈ ബി ഫിൽ ചെയ്യും, അല്ലെങ്കിൽ ഓക്കെ സിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം നമ്മൾ സി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആയിട്ട്, നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഇതാണ്. z is equal to 7x1. ഇതിലത്തെ കോഎഫിഷ്യൻസ്, അപ്പൊ ഇവിടെ x1 ആണുള്ളത്. x1ന്റെ zലെ കോഎഫിഷ്യന്റ് എന്താ 7 ആണ്. സോ 7. ഇനി x2, zലെ x2ന്റെ കോഎഫിഷ്യന്റ്, zലെ x2ന്റെ കോഎഫിഷ്യന്റ് 5 ആണ്. സോ 5. Again zലെ s1ന്റെ കോഎഫിഷ്യന്റ്, s1ന്റെ കോഎഫിഷ്യന്റ് zലെ എന്താ 0 ആണ്. s2ലെ കോഎഫിഷ്യന്റ് 0 ആണ്. ഇതുകൊണ്ടാണ് നമ്മൾ zനൊക്കെ എന്ത് കൊടുക്കുന്നത് 0 s1 0 s2 കൊടുക്കുന്നത്, നമുക്ക് ടേബിളിൽ ഫിൽ ചെയ്യാൻ വേണ്ടി. അപ്പൊ സി എന്ന് പറയുന്നിടത്തൊക്കെ സി എന്ന് പറയുന്നത് നമ്മള് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനില് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് തന്നിരിക്കുന്ന z is equal to എന്നുള്ള അതിലുള്ള മാക്സിമൈസ് z is equal to എന്നുള്ള അതിലത്തെ കോഎഫിഷ്യൻസ് ആണ് സി എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത്. ഇനി ആദ്യം ചെയ്താ വൈ ബി എഴുതാം. വൈ ബി എന്ന് പറയുന്നത് നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് ആണ്. എത്ര സ്ലാക്ക് വേരിയബിൾസ് ഉണ്ട്? 2 സ്ലാക്ക് വേരിയബിൾസ് ആണ് ഇവിടെ ഉള്ളത്. s1 and s2, s1 and s2 രണ്ട് സ്ലാക്ക് വേരിയബിൾ ആണുള്ളത്. s1 s2. അപ്പൊ ഇവിടെ എന്താ കറസ്പോണ്ടിങ് സെഡിലുള്ള കോഎഫിഷ്യൻസ് എന്താന്ന് നോക്കാം. കറസ്പോണ്ടിങ് സെഡിലുള്ള സ്ലാക്ക് വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. സെഡിലുള്ള അല്ലെങ്കിൽ ബേസിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിലുള്ള നമ്മള് ഏതാ പിന്നെ സ്ലാക്ക് വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ് ഇത് രണ്ടും. ഇതാണ് സി ബിയിൽ എഴുതുന്നത്. ഇനി എക്സ് ബി എന്ന് പറയുന്നത് നമ്മള് ഈക്വൽ ടു വന്നിട്ട് വരുന്ന സൊല്യൂഷൻസ് ആണ് വരുന്നത്. സോ 6 12. ഇനി നോക്കാം ഫസ്റ്റ് ഇക്വേഷനില് x1 x2 s1 s2 എന്നുള്ളതിന്റെ കോഎഫിഷ്യൻസ് ആണ് നമുക്ക് എഴുതേണ്ടത്. s1 ഫസ്റ്റ് ഇക്വേഷനിലാണ് നമ്മൾ s1 കൊടുക്കുന്നത്. സോ ഫസ്റ്റ് ഇക്വേഷനിലെ x1ന്റെ കോഎഫിഷ്യന്റ് 1, ഫസ്റ്റ് ഇക്വേഷനിലെ x2ന്റെ കോഎഫിഷ്യന്റ് 2, ഫസ്റ്റ് ഇക്വേഷനിലെ s1ന്റെ കോഎഫിഷ്യന്റ് 1 ആൻഡ് s2ന്റേത് 0. അപ്പൊ ഈ ഒരു റോ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ s1 എഴുതിയ സമയത്ത് +0 s2 കൂടി ഇവിടെ കൊടുത്തത്. ഇത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ എഴുതുമ്പോൾ നമ്മളടുത്ത് തെറ്റിപ്പോകും. അപ്പോൾ ഇത് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. 0 s2 കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇവിടെ ഫിൽ ചെയ്യുന്ന സമയത്ത് s2ന്റെ കോഎഫിഷ്യന്റ് 0 ആണ് എന്നുള്ളത് ഓർമ്മ വരണം. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്ത സെക്കൻഡ് കൺസ്ട്രെയിനിലുള്ള കോഎഫിഷ്യന്റ്. സെക്കൻഡ് കൺസ്ട്രെയിനിൽ x1ന്റെ കോഎഫിഷ്യന്റ് എത്ര 4 ആണ്. x2ന്റെ കോഎഫിഷ്യന്റ് 3 and s1ന്റെ 0 and s2 it's 1. Okay, 4 3 0 1. ഇനിയാണ് നമ്മളെ മെയിൻ പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോകുന്നത്. മെയിൻ പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോവാണ്. ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഇനി നമ്മൾ എഴുതേണ്ടത് ZJ ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ZJ ആണ്. എന്താ ഈ ZJ എന്ന് പറഞ്ഞാല് ZJക്ക് നമ്മൾ തിയറി പാർട്ടിൽ വലിയ ഇക്വേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ZJക്ക് തിയറി പാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊന്നും ഓർക്കൊന്നും വേണ്ട, അതൊന്നും കാണാതെ പഠിക്കുകയും വേണ്ട. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനൊരു ഈസി വേ ഉണ്ട്. എന്താന്ന് വെച്ചാല് ശ്രദ്ധിച്ചു നോക്കാം. CBന്റെ കോഎഫിഷ്യൻസ് ഇല്ലേ ഇവിടെ, CBന്റെ കോഎഫിഷ്യൻസ്, CB എന്ന് പറയുന്നത് ബേസിക്സിന്റെ സ്ലാക്ക് വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ് ആണ്. അത് കറസ്പോണ്ടിങ് ഇപ്പൊ നമ്മൾ ഇവിടെയാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ ആ കറസ്പോണ്ടിങ് കോളമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. എങ്ങനെ വരിക? ഇപ്പൊ നോക്കോ 0 × 1 0
into 1 is 0. 0 into 1 plus 0 into 4. When there are 0 into 1 plus 0 into 4. And then there are 0 ആണ്. So 0. അതേപോലെ അടുത്ത കോളത്തിലെ എലമെന്റ്സ് 0 into 2 plus 0 into 3 equal to 0. അപ്പോൾ ഇവിടെ 0 ആണ്. ഇവിടത്തേതുമായിട്ടാണ് സി ബിയിലെ വാല്യൂസ് ആയിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 0 into 1 plus 0 into 0 again 0 ആണ്. അടുത്തത് എന്താ വരുന്നത് 0 into 0 plus 0 into 1. ഈ റോയിലെ ഈ കോളത്തിലെ എലമെന്റ്സ് അപ്പോൾ 0. അപ്പൊ എല്ലാ വാല്യൂസും ZJയില് സീറോസ് ആണ്. അത് ഫസ്റ്റ് ഇറ്ററേഷനിൽ എല്ലാത്തിലും ZJസിന്റെ വാല്യൂസ് ഫസ്റ്റ് ഇറ്ററേഷനിൽ സീറോസ് ആയിരിക്കും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ZJ മൈനസ് CJ ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ZJ മൈനസ് CJ ആണ്. ചില ബുക്കിലൊക്കെ CJ മൈനസ് ZJ ആണ്. നമ്മൾ ചെയ്യുന്നത് ZJ മൈനസ് CJ ആണ്. എന്താ CJ എന്താ? CJs ആണ് ഇത്. CJs ആണ് ഈ കാണുന്ന ഈ കൺസ്ട്രെയിനിലുള്ളതാണ് നമ്മള് CJs. ഈ ഒരു റോയിലുള്ളതാണ് CJs. അപ്പൊ ZJ മൈനസ് CJ എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ZJ എന്താ ഇവിടെ? ഇവിടുത്തെ കറസ്പോണ്ടിങ് ZJ 0 ആണ്. 0 മൈനസ് 7 0 മൈനസ് 7 മൈനസ് 7. ഇപ്പൊ ഏതാ? ഇതാണ് CJ എന്ന് പറയുന്നത്. ഇതാണ് നമ്മള് CJ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ CJ എന്ന് തന്നെ എഴുതിക്കും, കുഴപ്പമില്ല. ഇതാണ് നമ്മള് CJs. അപ്പൊ 0 മൈനസ് 7. അടുത്തത് അപ്പൊ എന്താ വരിക? 0 മൈനസ് 5. അടുത്തതോ 0 മൈനസ് 0 0 ആൻഡ് 0 മൈനസ് 0 0. അപ്പൊ എങ്ങനെയാ നോക്കുന്നത് നമ്മള്? ഒന്നുകൂടെ പറയാം. ZJ മൈനസ് CJ ഇതാണ് നമ്മളെ ZJs. CJs എന്ന് പറയുന്നത് നമ്മളെ ഇതാണ് ഫസ്റ്റ് എഴുതുന്ന, ഇതാണ് നമ്മളെ CJs. അപ്പൊ അതിനെ നമ്മൾ മൈനസ് ചെയ്യാം. -7 -5 0 0. ഇനിയാണ് നമ്മളെ പ്രോബ്ലത്തിന്റെ മെയിൻ പാർട്ട് തുടങ്ങുന്നത്. ഇനിയാണ് പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് ഇറ്ററേഷൻ ആയി. പക്ഷെ ഫസ്റ്റ് ഇറ്ററേഷനിലെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് തുടങ്ങുന്നത്. ഈ ZJ മൈനസ് CJയിലെ ഏറ്റവും മിനിമം വാല്യൂ നമ്മൾ നോക്കാം. ZJ മൈനസ് CJയിലെ ഏറ്റവും മിനിമം വാല്യൂ. ഇതിലേത് ഏറ്റവും മിനിമം? 0 ഉണ്ട്, -5 ഉണ്ട്, -7 ഉണ്ട്. ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് -7 ആണ്. -7. ഈ -7 നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതിന് കറസ്പോണ്ടിങ് കോളം ഉണ്ട്. ഇതിന് കറസ്പോണ്ടിങ് കോളം നമ്മൾ മാർക്ക് ചെയ്യുക. ഇതിന് കറസ്പോണ്ടിങ് കോളം ഉണ്ട്, ഈ ഒരു കോളം. ഈ കോളത്തിന് പറയുന്നത് കീ കോളം എന്നാണ്. കോളത്തിന് പറയുന്നത് കീ കോളം. എങ്ങനെ കീ കോളം കണ്ടുപിടിക്കുന്നത്? കീ കോളം കണ്ടുപിടിക്കുന്നത് നമുക്ക് ZJ മൈനസ് CJs കിട്ടും. ZJ മൈനസ് CJസിലെ ഇത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക്, ഇതിപ്പോ എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇറ്ററേഷൻ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇറ്ററേഷൻ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. പക്ഷെ മൈനസ് ഉണ്ടെങ്കിൽ അതില് മിനിമം വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ മിനിമം വാല്യൂ -7 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം നമ്മൾ മാർക്ക് ചെയ്യാം. ആ കോളത്തിനാണ് കീ കോളം എന്ന് പറയുന്നത്. കീ കോളം. ഈ കീ കോളം വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പില് കീ കോളം കിട്ടി. ഇനി നമ്മള് കീ എലമെന്റ് കണ്ടുപിടിക്കണം, കീ റോ കണ്ടുപിടിക്കണം. കീ റോ കണ്ടുപിടിച്ചതിന് ശേഷമാണ് കീ എലമെന്റ് കണ്ടുപിടിക്കാം. എങ്ങനെ കീ റോ കണ്ടുപിടിക്കാൻ നോക്കാം. അതിന് നമ്മൾ ചെയ്യുന്നത് ഈ XBയിലെ വാല്യൂസ്, സൊല്യൂഷൻസ് അല്ലെങ്കിൽ XBയിലെ വാല്യൂസ് ഇവിടെ ഉള്ളതുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഇവിടെ എന്ത് വരും? 6 അഥവാ നമ്മളെ കീ കോളത്തിലെ കറസ്പോണ്ടിങ് എലമെന്റുമായിട്ട് XBയിലെ കോഎഫിഷ്യന്റ് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പൊ 6/1 6 ആണ്. 12/4 എന്ന് പറയുന്നത് 3 ആണ്. 12/4 3. അപ്പൊ എങ്ങനെയാ റേഷ്യോ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാ? കീ കോളം കണ്ടുപിടിക്കുക. കീ കോളം നമ്മൾ മാർക്ക് ചെയ്യുന്ന ആ കീ കോളത്തിലെ എലമെന്റ്സ് കറസ്പോണ്ടിങ് XBയും കീ കോളമിലെ എലമെന്റുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മളെ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി റേഷ്യോ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് അതിൽ ഏതാണ് മിനിമം. റേഷ്യോ 2 റേഷ്യോ വാല്യൂസ് ഉണ്ട്. ഒരെണ്ണം 6 ഉണ്ട്, ഒരെണ്ണം 3 ഉണ്ട്. ഇതിലെ മിനിമം ഏതാ? ഇതിലെ മിനിമം 3 ആണ്. സോ നമ്മളെ കീ റോ എന്ന് പറയുന്നത് ഈ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കും നമ്മളെ കീ റോ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താ? കീ റോ.
കീ കോളമായി കീ റോ ആയി. കീ കോളം ZJ മൈനസ് CJയിലെ മിനിമം വാല്യൂ കറസ്പോണ്ട് ചെയ്യുന്നതാണ് കീ കോളം. ഇനി കീ റോ എന്ന് പറയുന്നത് നമ്മള് റേഷ്യോസിലെ മിനിമം വാല്യൂ ആണ് കീ റോ കാണിക്കുന്നത്. ഇനി എന്തായിരിക്കും കീ എലമെന്റ്? എന്തായിരിക്കും അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? കീ എലമെന്റ് ആണ്. കീ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് കീ എലമെന്റ്. അപ്പൊ നമ്മൾ അതിനെ ഒരു റെക്ടാംഗിളിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ബോക്സിന്റെ ഉള്ളിൽ മാർക്ക് ചെയ്യാം. ഇവിടെ കീ എലമെന്റ് എന്താ? ഇവിടുത്തെ കീ എലമെന്റ് 4 ആണ്. ഇവിടുത്തെ കീ എലമെന്റ് 4 ആണ്. അപ്പം അടുത്ത ഇക്വേഷൻ അല്ലെങ്കിൽ അടുത്ത ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഏത് വേണം? ഈ ഒരു കീ എലമെന്റ് വേണം. ഈ കീ എലമെന്റ് ഇല്ലാതെ നമുക്ക് അടുത്ത ടേബിള് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ ഇനി നോക്കാം. ഇപ്പൊ ഈ ടേബിൾ ഇവിടുത്തതോടെ സ്റ്റോപ്പ് ചെയ്ത് ഇത് ഫസ്റ്റ് ഇറ്ററേഷൻ ആണ്. ഫസ്റ്റ് ഇറ്ററേഷനിൽ 2 നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ZJ മൈനസ് CJസിൽ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഇറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിലെ കംപ്ലീറ്റ് വാല്യൂസ് പോസിറ്റീവ് ആവുന്ന വരെ നമ്മൾ ഈ ഇറ്ററേറ്റീവ് പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇവിടെ 2 നെഗറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് കീ കോളം, കീ റോ, കീ എലമെന്റ് കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്മൾ ടേബിളിന്റെ അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ 4 ആയിരുന്നു. ഇനി എങ്ങനെ ഫില്ല് ചെയ്യുന്നത് നോക്കാം. CJസിന്റെ വ്യത്യാസമൊന്നുമില്ല. CJs എന്ത് തന്നെയാണ്? അത് തന്നെയാണ് CJs 7500. അപ്പൊ CJസിന് വ്യത്യാസം ഉണ്ടോ? അതിനൊരു വ്യത്യാസമില്ല, അതങ്ങനെ തന്നെ കിടക്കണം. പിന്നെ ഏതിനൊക്കെ ആയിരിക്കും വ്യത്യാസം ഉണ്ടാവുക? വ്യത്യാസം നമ്മൾ ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. കറസ്പോണ്ടിങ് YB മുതലാണ് തുടങ്ങുന്നത്. ഇനി ഇങ്ങനെ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ZJനും ZJ മൈനസ് CJനും ഇങ്ങനെ ഈ ഒരു ഇതിന്റെ ഉള്ളിലാക്കാം. ഇനി നമുക്ക് നോക്കാം S1 S2. അപ്പൊ ഈ 4 ഇവിടെ ഉണ്ട്, ഈ 4 ഇവിടെ ഉണ്ട്. ഇവിടുന്ന് നമ്മള് ഒരു 2 സംഭവങ്ങളും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എൻറ്ററിങ് വാല്യൂ, എൻറ്ററിങ് വേരിയബിൾ. എൻറ്ററിങ് വേരിയബിൾ ഏതാന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എൻറ്ററിങ് വേരിയബിൾ അഥവാ ഈ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലാക്ക് വേരിയബിൾ. ഈ 4 കീ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലാക്ക് വേരിയബിൾ എന്താവും? ഇവിടുന്ന് ലീവ് ചെയ്തു പോകും. ഇത് ഇവിടുന്ന് ലീവ് ചെയ്തു, പകരം ഒരു പുതിയ വേരിയബിൾ ഇവിടെ വരും. ഏത് വേരിയബിൾ? അപ്പൊ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലാക്ക് വേരിയബിൾ ഇവിടുന്ന് പോകണം. S1 പോകാൻ പാടുണ്ടോ? ഇല്ല. S1 ആയിട്ട് തന്നെ എടുക്കും. S1 ആയിട്ട് തന്നെ എടുക്കും. S2 ഇനി ഏതായിട്ടാ മാറാം നോക്കുക. ഈ കീ എലമെന്റിന്റെ തൊട്ടു മുകളില് ഏതാ വേരിയബിൾ നോക്കുക. കീ എലമെന്റിന്റെ തൊട്ടു മുകളില് ഏതാ വേരിയബിൾ നോക്കുക. അപ്പൊ ഇവിടെ 4 ആണ് കീ എലമെന്റ്. കീ എലമെന്റിന്റെ തൊട്ടു മുകളിലുള്ള വേരിയബിൾ ഏതാ നോക്കുക. ഏതാ വേരിയബിൾ? X1 ആണ്. അപ്പോ നമ്മളെ എൻട്രിങ് വേരിയബിൾ ഏതാ? എൻട്രിങ് വേരിയബിൾ X1 ആണ്. X1 ആണ് നമ്മളെ എൻട്രിങ് വേരിയബിൾ. അപ്പൊ എന്തായി? S1 X1 S2 പോയിട്ട് നമുക്ക് എന്ത് വന്നേ? X1 വന്നേ. ഇനി അതിന്റെ കോഎഫിഷ്യൻസ് എഴുതാം. ഏതിലാ കോഎഫിഷ്യന്റ് നമ്മൾ നോക്കുന്നത്? നമ്മള് Z ൽ നിന്നാണ് ഇവിടെ കോഎഫിഷ്യൻസ് എഴുതുന്നത്. Z ല് S1 Z ല് X1 കോഎഫിഷ്യന്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. സോ Z ല് S1 കോഎഫിഷ്യന്റ് 0 ആണ് ആൻഡ് X1 കോഎഫിഷ്യന്റ് 7 ആണ്. X1 കോഎഫിഷ്യന്റ് 7 ആണ്. സോ ഇവിടെ എന്താണ്? 0 7. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് നമ്മൾ കീ എലമെന്റ്. ഇനി നമ്മൾ പ്രോബ്ലം മുന്നോട്ട് വന്നത് നമ്മൾ കീ എലമെന്റിനെ യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലം മുന്നോട്ട് വന്നത്. എന്താ ചെയ്യേണ്ടത്? കീ എലമെന്റ് ഏതാന്ന് നോക്കുക. 4 ആണ് കീ എലമെന്റ്. അപ്പൊ നമ്മളിവിടെ പ്രോബ്ലം കുറച്ചുകൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ട് കുറെ ഇക്വേഷൻസ് ഒക്കെ മനപ്പാടാക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിന് ഈ 2 റോസിനും നെയിം ചെയ്യുന്നുണ്ട്. ഇത് റോ R1, ഇത് റോ R2. R2നെ നമ്മൾ മാറ്റാൻ വേണ്ടി പോവാണ്. കീ എലമെന്റ് ഏതാന്ന് നോക്കുക. ആ കീ എലമെന്റുമായിട്ട് ആ റോ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാല് ഇവിടെ മുതൽ XB മുതൽ അങ്ങോട്ടേക്ക് ആ റോയിലെ എലമെന്റ്സിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. റേഷ്യോയും കൺസിഡർ ചെയ്യേണ്ട ഈ ഒരു ഭാഗം XB മുതൽ S2 വരെയുള്ള ഭാഗത്തിലുള്ള ഈ എലമെന്റ്സ്. ഇനി ഈ എലമെന്റ്സ് ആണ് നമ്മൾ അടുത്ത ഇറ്ററേഷനിൽ മുന്നോട്ടേക്ക് പോകുന്നത്. സോ ഇത്രയും എലമെന്റ്സിനെ കീ എലമെന്റുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവാം. 12 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 3 ആണ്.
4 by 4 1 and 3 by 4 3 by 4 0 by 4 is 0 and 1 by 4. അപ്പോൾ നമ്മൾ R2 മാറി. ഇനി നമ്മൾ പഴയ R2 കൺസിഡർ ചെയ്യേ വേണ്ട. ഇനി നമ്മൾ പഴയ R2 നോക്കുന്നേ ഇല്ല. ഇനി നമ്മൾ R2 എന്ന് പറയുന്നത് ഇതായിരിക്കും. റോ 2 എന്ന് പറയുന്നത് ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന റോ ആയിരിക്കും ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഇനി പ്രോബ്ലം മുന്നോട്ടേക്ക് പോകുമ്പോൾ R1 എന്ന് പറഞ്ഞാല് ഇവിടെയുള്ള ഈ റോയും അഥവാ 6 ഇവിടെ മുതൽ 6 1 2 1 0 ഇതാണ് നമ്മളെ R1. ഏതാ R2 ഏതാ? ഇപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്ത ആ ഒരു റോയാണ് നമ്മള് R2 എന്ന് പറയുന്നത്. അപ്പൊ ഇത് R2. ഇനി എങ്ങനെ R1 ഇതിലത്തെ പുതിയ ടേബിളില് R1 എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ മെട്രിക്സിൽ റാങ്ക് കണ്ടുപിടിക്കുന്നുണ്ട്. മെട്രിക്സിന്റെ റാങ്ക് ഒക്കെ കണ്ടുപിടിക്കുന്നത് കഴിഞ്ഞ ഇതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, സെമസ്റ്ററുകളിൽ പഠിക്കുന്നുണ്ട്. ആ റാങ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ 1ന്റെ മുകളിലുള്ള എലമെന്റ്, ഈ 1ന്റെ മുകളിലുള്ള അവിടെ നമ്മൾ യൂണിറ്റ് എലമെന്റിന്റെ താഴെയുള്ള എലമെന്റ്സിനെ 0 ആക്കുന്നുണ്ട്, മുകളിലുള്ള എലമെന്റ്സിനെ 0 ആക്കുന്നുണ്ട്. അതേ പ്രൊസീജിയർ ആണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ കീ എലമെന്റിനെ 1 ആക്കിയതിനു ശേഷം അതിന്റെ മുകളിലും താഴെയും, ഇപ്പൊ ചിലപ്പോൾ 3 വേരിയബിൾസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മുകളിലും താഴെയും ഉണ്ടാവും, അല്ലെ താഴോട്ടേക്കായിരിക്കും. അപ്പൊ അതിന്റെ മുകളിൽ ഇവിടെ നമുക്ക് മുകളിലാണ് എലമെന്റ് ഉള്ള, അതിനെ 0 ആക്കണം. അപ്പൊ ഏത് എലമെന്റിനെ 0 ആക്കണ്ടേ? ഈ 1നെ 0 ആക്കണം. 1നെ 0 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യണം? 1 R1 ആണ്. സോ R1നെ 0 ആക്കണമെങ്കിൽ R1 ഈക്വൽ ടു R1 മൈനസ് R2 ഏതാ വാല്യൂ ഉള്ള? R2 1 ആണുള്ളത്. സോ മൈനസ് 1 ഇൻറ്റു R2, 1 ഇൻറ്റു R2, 1 ഇൻറ്റു R2. അപ്പൊ R1 എന്ന് പറയുന്നത് R1 മൈനസ് R2. 1 ഇൻറ്റു എഴുതുന്നതിന് പറ്റും നമ്മൾ എന്ത് എഴുതുന്നത്? R1 ഈക്വൽ ടു R1 മൈനസ് R2. അപ്പൊ R2 നമ്പറിന് ഇതേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പൊ ഓരോ വാല്യൂസ് എങ്ങനെയാ വരുന്നത് നോക്കിക്കോ. ആദ്യം നമ്മൾ XBയിൽ തുടങ്ങാം. അപ്പൊ നോക്കുന്നത് നമ്മൾ ഇവിടുന്നാണ് കീ എലമെന്റിന്റെ ഡിവൈഡ് ചെയ്ത ആ ഒരു പ്ലേസ് നിന്നാണ് നമ്മൾ 1, അതിന്റെ മുകളിൽ ഏതാണോ എലമെന്റ് അത് കറസ്പോണ്ടിങ് ആണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. ഈ R1 ഈക്വൽ ടു R1 മൈനസ് R2 എന്നുള്ള ഇക്വേഷൻ അത് യൂസ് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കോ, 1 മൈനസ് ഇവിടെ നോക്കിക്കോ, R1 ഈക്വൽ ടു 1 മൈനസ് R2 എന്ന് പറയുന്നതാണ് 1 ഈക്വൽ ടു 0. അടുത്ത R1 നോക്കിക്കോ, അടുത്ത R1ലെ എലമെന്റ് ഇതാണ് 2 മൈനസ് 1 ഇൻറ്റു, അതാണ് ഞാൻ ഇവിടെ നേരത്തെ 1 ഇൻറ്റു എഴുതിയത്, 1 ഇൻറ്റു. അപ്പൊ നോക്കിക്കോ 1 ഇൻറ്റു R2 എന്താ? 3/4 ആണ്. 3/4 എന്ത് വരും? 2 മൈനസ് 3/4 എന്ന് പറഞ്ഞാല് 5/4 ആണ്. 5/4. ഇനി അടുത്തത് നോക്കിയോ R1. Again അടുത്ത R1 ഏതാ? 1 ആണ്. 1 മൈനസ് കറസ്പോണ്ടിങ് 1 ഇൻറ്റു 0 ആണ്. സോ 1. അടുത്ത R1 ഏതാ? അടുത്ത R1 0 ആണ്. സോ അടുത്ത R1 0 മൈനസ് 1 ഇൻറ്റു 1/4 എന്ത് വരും? മൈനസ് 1/4. മൈനസ് 1/4. അതിന് നമ്മൾ ഇവിടെ എഴുതണം. ഈ വാല്യൂസ് നമ്മൾ ഇനി ഇവിടെ എഴുതാൻ വേണ്ടി പോകുന്നു. അപ്പം R1ലെ ഫസ്റ്റ് എലമെന്റ് 1ന്റെ തൊട്ട് മുകളില് 0, അടുത്ത എലമെന്റ് 5/4 ആണ് വന്നത്. സോ 5/4. അടുത്ത എലമെന്റ് 1 ആണ് വന്നത്. അടുത്ത എലമെന്റ് മൈനസ് 1/4 ആണ് വന്നത്. അടുത്ത എലമെന്റ് -1. അപ്പൊ ഇവിടെ ഒരെണ്ണം ബാക്കിയുണ്ട്, 6ന്റെ കറസ്പോണ്ടിങ് ബാക്കിയുണ്ട്. അതെങ്ങനെ ചെയ്യാം? ഇതേ ഇക്വേഷൻ യൂസ് ചെയ്യാം. R1 ഈക്വൽ ടു 6 മൈനസ് 1 ഇൻറ്റു ഇവിടെ ഏത് എലമെന്റ്? ഇവിടെ 3 ആണ്. സോ 1 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 6 മൈനസ് 3 ഈസ് 3. അപ്പൊ എന്തായി? 3 ആയി. 6 മൈനസ് 3 ഇസ് ഈക്വൽ ടു 3. അപ്പൊ നമ്മളെ വാല്യൂസ് എന്തായി? 3, 0, 5/4, 1 ആൻഡ് മൈനസ് 1/4. അപ്പോ നമ്മൾ അവിടെ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഓൾഡ് വാല്യൂ മൈനസ് കറസ്പോണ്ടിങ് റോ ഇൻറ്റു കറസ്പോണ്ടിങ് കോളം എലമെന്റ് ഡിവൈഡഡ് ബൈ എന്നൊക്കെയുള്ള ഇക്വേഷൻ ഉണ്ട്. അതൊന്നും ആരും ഓർത്ത് വെക്കണ്ട, പകരം ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ഓർക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് നമ്മള്
ഡിവൈഡ് കീ എലമെന്റിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റോ ആയിരിക്കണം നമ്മൾ കറസ്പോണ്ടിങ് അതിന്റെ 1ന്റെ മുകളിലോ താഴെയുള്ള ഇക്വേഷനെ 0 ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അടുത്ത ഇക്വേഷൻ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അടുത്തെന്താ ചെയ്യേണ്ടത്? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ZJ കണ്ടുപിടിക്കണം, ZJ മൈനസ് CJ കണ്ടുപിടിക്കണം. ZJ കണ്ടുപിടിക്കണം, ZJ മൈനസ് CJ. ZJ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? നേരത്തെ നമ്മൾ എളുപ്പ വഴി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള കോഎഫിഷ്യൻസ് ഓരോന്ന് ഇൻഡു ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താ വരിക? 0 into 0, 0 into 0 കറസ്പോണ്ടിങ് കോളം ആണ്. 0 into 0 പ്ലസ് 7 into 1 പ്ലസ് 7 into 1 അതെന്താ? 7 ആണ്. സോ 7. അടുത്ത നോക്കാം, ഈ കോളാണ്. അപ്പൊ 0 into 5/4 പ്ലസ് 7 into 3/4. 0 into 5/4 പ്ലസ് 7 into 3/4 എന്ത് വരും? 21/4. അപ്പൊ ഇവിടെ എന്തായി? 21/4 ആയി. അടുത്ത 0 into 1 plus 7 into 0. ഇതെന്തായി? 0 ആയി. So it is 0. Last one എന്താ? 0 into minus 1/4 plus 7 into 1/4. 7 into 1/4 that is 7/4. അപ്പൊ ഇവിടെ എന്തായി? 7/4 ആയി. ഇനി എന്ത് ചെയ്യണം? നമ്മള് ZJ മൈനസ് CJ. ZJ ഇതാണ്. ഏതായിരുന്നു നമ്മളെ CJ? ഇതാണ് നമ്മളെ CJ. ഏറ്റവും ടോപ്പിലേക്ക് എടുക്കുന്ന Z-ന്റെ കോഎഫിഷ്യൻസ് ആണ് CJ. മൈനസ് ചെയ്ത് നോക്കാം. 7 minus 7. 7 minus 7 എന്താ? 0 ആണ്. Now 21/4 minus 5. 21/4 minus 5 എന്ന് പറയുന്നത് 21 minus 20 divided by 4 is equal to 1/4. അപ്പോൾ എന്തായി? 1/4 ആയി. അടുത്തെന്താ? 0 minus 0 again 0. 7/4 minus 0. 7/4. ഇനി നോക്കി നോക്കുക, നെഗറ്റീവ് വാല്യൂസ് ഉണ്ടോ നോക്കുക. ZJ മൈനസ് CJയില് നെഗറ്റീവ് വാല്യൂസ് ഉണ്ടോ നോക്കുക. ZJ മൈനസ് CJയില് എന്തില്ല? നെഗറ്റീവ് വാല്യൂസ് ഇല്ല. അപ്പൊ എന്തായി? നമ്മൾ ഇറ്ററേഷൻ ഇവിടുന്ന് സ്റ്റോപ്പ് ആയി. നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അടുത്ത ഇറ്ററേഷൻ. ഇപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആയിരുന്നെങ്കിൽ, ZJ മൈനസ് CJ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും ഇതേ പ്രോസസ്സ് കീ റോ കണ്ടുപിടിക്കണം, കീ എലമെന്റ് കണ്ടുപിടിക്കണം, അങ്ങനെ കണ്ടുപിടിക്കേണ്ടി വന്നേനെ. പക്ഷെ ഇവിടെ എന്തായി? ഇവിടുന്നത് സ്റ്റോപ്പായി. എല്ലാം പോസിറ്റീവായി. സോ നമുക്ക് ഇനി എന്താ ആലോചിക്കണ്ട? എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇറ്ററേഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂസും കൂടെ നോക്കണം. നമുക്ക് എന്തൊക്കെയാ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ എന്തൊക്കെയാ കണ്ടുപിടിക്കേണ്ടത്? സോൾവ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂസ് കണ്ടുപിടിക്കണം. സോ എങ്ങനെ കറസ്പോണ്ടിങ് വാല്യൂസ് കണ്ടുപിടിക്കാം? കറസ്പോണ്ടിങ് ഓക്കെ. അടുത്ത് നമ്മൾ ഇതിന്റെ മാക്സിമം വാല്യൂസും പിന്നെ x1 x2ന്റെ വാല്യൂസും കണ്ടുപിടിക്കണം. അത് ഇതാണ് നമ്മളെ കറസ്പോണ്ടിങ് x1 x2ന്റെ വാല്യൂസ്. ഇവിടെ x1ന് മാത്രമേ വാല്യൂ ഉള്ളൂ. എന്തിന് വാല്യൂ ഇല്ല? x2ന് ഇല്ല. കാരണം എന്താ? ഇവിടെ S1ഉം x1ഉം ആണ് ഉള്ളത്. സ്ലാക്ക് വേരിയബിളും x1 ആണ് ഉള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട x1 x2ന്റെ ആണ്. സോ x1 is equal to 3. x1 is equal to 3. എന്നാൽ ഇവിടെ എന്തില്ല? x2 ഇല്ല. സോ x2ന്റെ വാല്യൂ x2 is equal to 0 ആണ്. x2 is equal to 0. ഇനി എന്തും കൂടെ കണ്ടുപിടിക്കണം? മാക്സിമം വാല്യൂ ഓഫ് z കണ്ടുപിടിക്കണം. മാക്സിമം ഓഫ് z എന്താ? 7 into x1. 7 into x1 എന്ന് പറഞ്ഞാൽ 7 into 3 plus 5 into x2. 5 into 0 that is 21. Maximum value of z is 21. So നമ്മൾ ആൻസർ എന്താ? x1 is equal to 3, x2 is equal to 0 and maximum z is equal to 21. അപ്പൊ ഇവിടെ x2 ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇവിടെ ഒരു വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് എഴുതണമായിരുന്നു. പക്ഷെ സ്ലാക്ക് വേരിയബിൾ ഉള്ളതെങ്കിൽ നമുക്കത് എഴുതാൻ വേണ്ടി പറ്റില്ല. 0 ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. x1 ഇവിടെ ഉണ്ട്. സോ x1ന്റെ വാല്യൂ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മാക്സിമൈസ് z is equal to 12x1 plus 16x2 subject to 10x1 plus 20x2 less than or equal to 120 and 8x1 plus 8x2 less than or equal to 80, x1 x2 greater than or equal to 0.
അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റിയിട്ട് എന്താണ് ഈക്വൽ ടു സൈൻ കൊടുക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റിയിട്ട് ഈക്വൽ ടു സൈൻ കൊടുക്കണം. അതിന് എന്ത് കൂടെ കൂട്ടണം എന്ന് പറഞ്ഞത്? സ്ലാക്ക് വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് 10x1 plus 20x2 സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യുമ്പോൾ plus s1 equal to 120 plus s1 is equal to 120. അതേപോലെ അടുത്ത ഇക്വേഷന് 8x1 plus 8x2 plus s2 ആണ് വേണ്ടത് equal to 80. അപ്പൊ നമുക്ക് ടേബിൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 0s2ഉം താഴെ 0s1ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. നമ്മളെ മെയിൻ കൺസ്ട്രെയിന്റ് എന്താവും? അല്ലെങ്കിൽ z is equal to എന്താവും? 12x1 plus 16x2 plus 0s1 plus 0s2. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറി? മാക്സിമൈസ് z is equal to 12x1 plus 16x2 plus 0s1 plus 0s2 subject to the constraints. 10x1 plus 20x2 plus s1 plus 0s2 is equal to 120 and 8x1 plus 8x2 plus 0s1 plus s2 equal to 80. ഇനി നമ്മൾ നേരത്തെ പോലെ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് CB ഉണ്ട്, YB ഉണ്ട്, XB ഉണ്ട്. എത്ര വേരിയബിൾസ് ഉണ്ട്? 1 2 2 വേരിയബിൾസ് ആണ്. സോ x1 x2 അങ്ങനെയാണ്. കറസ്പോണ്ടിങ് രണ്ട് സ്ലാക്ക് വേരിയബിൾസ് ഉണ്ടാവും, s1 s2. അടുത്ത കോളത്തിൽ നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് എന്തുണ്ട്? CJന്റെ വാല്യൂം കൂടെ, CJസും കൂടെ നമുക്ക് വേണം. സോ ഇനി ഫില്ല് ചെയ്യാം. ഓക്കെ, CJs എന്തായിരുന്നു? CJs എന്ന് പറയുന്നത് നമ്മള് Z-ല് നമ്മള് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോഎഫിഷ്യൻസ് ആണ് CJ എന്ന് പറയുന്നത്. ഇതിൽ x1ന്റെ കോഎഫിഷ്യന്റ് എന്താ? x1ന്റെ കോഎഫിഷ്യന്റ് 12 ആണ്. Z-ല് x2ന്റെ കോഎഫിഷ്യന്റ് എന്താ? 16 ആണ്. Z-ല് s1ന്റെ കോഎഫിഷ്യന്റ് എന്താ? 0 ആണ്. ആൻഡ് s2ന്റെ കോഎഫിഷ്യന്റ് എന്താ? അതും 0 ആണ്. സോ അത് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വരാം. YB എന്ന് പറയുന്നത് എന്തായിരുന്നു? YB എന്ന് പറയുന്നത് സ്ലാക്ക് വേരിയബിൾസ് ആണ്. എത്ര സ്ലാക്ക് വേരിയബിൾസ് ഉണ്ട്? 2 ഉണ്ട്. s1 ഉണ്ട്, s2 ഉണ്ട്. ഓക്കെ, ഇനി s1ന്റെയും s2ന്റെയും ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ Z-ലെ കോഎഫിഷ്യൻസ് എന്താ? 0 ആണ്. സോ CB കംപ്ലീറ്റ് ആയി. XB എന്ന് പറയുന്നത് എന്താ? നമ്മളെ സൊല്യൂഷൻ ആണ്. അഥവാ നമ്മള് ഈ വാല്യൂസ് ഈക്വൽ ടു ഉള്ള വാല്യൂസ് ആണ് നമ്മൾ XB എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ 120 ആണ്, സെക്കൻഡ് വൺ 80. ഇനി എന്ത് എഴുതണം? കറസ്പോണ്ടിങ് ഫസ്റ്റ് ഇക്വേഷനിൽ x1 x2 s1 s2ന്റെ കോഎഫിഷ്യൻസ് എഴുതണം. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷനിൽ x1ന്റെ കോഎഫിഷ്യന്റ് 10, x2ന്റെ കോഎഫിഷ്യന്റ് 20, s1ന്റെ കോഎഫിഷ്യന്റ് 1 ആൻഡ് s2ന്റെ കോഎഫിഷ്യന്റ് 0. അതേപോലെ സെക്കൻഡ് ഇക്വേഷനിൽ x1ന്റെ കോഎഫിഷ്യന്റ് 8, x2ന്റെ കോഎഫിഷ്യന്റ് 8, s1ന്റെ 0 ആൻഡ് s2ന്റെ 1. സോ നമ്മൾ പ്രൈമറി സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, അടുത്തെന്താ? ഇനിയാണ് നമ്മൾ പ്രോബ്ലത്തിലെ മെയിൻ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നത്. ആദ്യം കണ്ടുപിടിക്കണം ZJ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാല് ZJ മൈനസ് CJ കണ്ടുപിടിക്കണം. ZJ മൈനസ് CJ, ZJ മൈനസ് CJ. സോ നോക്കാം. എന്താ വരിക? ZJ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? ZJ CBന്റെ കോഎഫിഷ്യന്റ് നമ്മൾ കറസ്പോണ്ടിങ് കോളമിലെ എലമെന്റ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. അപ്പൊ പറഞ്ഞു 0 into 10 plus 0 into 8. എങ്ങനെയാ? 0 into 10 plus 0 into
8 0. അടുത്തത് 0 into 20 plus 0 into 8. So again 0. അടുത്തത് 0 into 1 plus 0 into 0. It is again 0. അടുത്തത് 0 into 0 plus 0 into 1. Again 0. CB le coefficients into corresponding column element plus again CB le next coefficient into അടുത്ത column element. Okay. അപ്പോൾ 0. ഇനി Zj minus Cj. Zj ഇതാണ്, Cj ടോപ്പിലുള്ളതാണ്. 0 minus 12 minus 12. 0 minus 16 minus 16. 0 minus 0 0 and 0 minus 0 0. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കീ കോളം കണ്ടുപിടിക്കണം ആദ്യം, പിന്നെ കീ റോ കണ്ടുപിടിക്കണം, പിന്നെ കീ എലമെന്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കീ കോളം എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? കീ കോളം കണ്ടുപിടിക്കേണ്ടത് നമ്മൾ Zj minus Cj വാല്യൂ വെച്ചിട്ടാണ്. Zj minus Cj വാല്യൂ മിനിമം. Zj minus Cj വാല്യൂ മിനിമം. ഇതിലേതാ മിനിമം? -16 ആണ് മിനിമം. -16 ആണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് കോളമാണ് നമ്മള് കീ കോളം. ഇതാണ് നമ്മള് കീ കോളം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് കീ റോ കണ്ടുപിടിക്കണം. കീ റോ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ഈ റേഷ്യോ കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ? കീ റോ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എങ്ങനെ കീ റേഷ്യോ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാ? കീ കോളം ഏതാന്ന് നോക്കുക. കീ കോളം ഏതാന്ന് നോക്കുക. കീ കോളം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലത്തെ എലമെന്റ്സിനെ ഈ എക്സ് ബിയിലെ എലമെന്റ്സുമായിട്ട് ഡിവൈഡ് ചെയ്യാം. എക്സ് ബിയിലെ എലമെന്റ്സിനെ കീ കോളമിലെ എലമെന്റ്സുമായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 120 divided by 20. 120 by 20 which is equal to 6. അടുത്തതോ 80 divided by 8. 80 divided by 8 that is 8. ഇനി വീണ്ടും ഇതിലത് എന്താ നോക്കേണ്ടത്? Zj minus Cj നമ്മൾ മിനിമം ആയിരുന്നു നോക്കിയത്. സോ ഇതിലും എന്ത് നോക്കണം? റേഷ്യോയിലും മിനിമം വാല്യൂ ഏതാന്ന് നോക്കണം. റേഷ്യോയിലും മിനിമം വാല്യൂ 6 ആണ്. 8 ഉണ്ട് 6 ഉണ്ട്. അതെന്താ? അത് 6 ആണ് വരുന്നത്. സോ 6. അപ്പൊ ആ കറസ്പോണ്ടിങ് ആ റോയാണ് എന്ത്? നമ്മൾ കറസ്പോണ്ടിങ് കീ റോ എന്ന് പറയുന്നത്. ആ റോയാണ് എന്ത്? നമ്മള് കറസ്പോണ്ടിങ് കീ റോ എന്ന് പറയുന്നത്. കീ റോ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഇന്റർസെക്ഷൻ എലമെന്റ് ആണ് എന്ത്? നമ്മളെ കീ എലമെന്റ് എന്ന് പറയുന്നത്. കീ എലമെന്റ് എന്ന് പറയുന്നത് അതിന്റെ ഇന്റർസെക്ഷൻ ആണ്. ഇന്റർസെക്ഷൻ ആണ് കീ എലമെന്റ്. സോ നമ്മളെ കീ എലമെന്റ് എന്താ? 20 ആണ് നമ്മളെ കീ എലമെന്റ് എന്ന് പറയുന്നത്. നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടേബിള് ഇറ്ററേഷൻ കണ്ടിന്യൂ ചെയ്യണം. കാരണം നെഗറ്റീവ് വാല്യൂസ് ഉണ്ട് നമുക്ക് ഇവിടെ. സോ ഇറ്ററേഷൻ കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. എങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് നോക്കാം. എന്ത് കണ്ടുപിടിക്കണം? ഇത് കഴിഞ്ഞ അടുത്തത് എന്താ കണ്ടുപിടിക്കുന്നത്? എൻട്രിങ് വേരിയബിളും ലീവിംഗ് വേരിയബിളും കണ്ടുപിടിക്കണം. എൻട്രിങ് വേരിയബിളും ലീവിംഗ് വേരിയബിളും നമ്മൾ കണ്ടുപിടിക്കണം. എൻട്രിങ് വേരിയബിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കീ എലമെന്റിന്റെ കറസ്പോണ്ടിങ് തൊട്ട് മുകളിലുള്ള വേരിയബിൾ ഏതാന്ന് നോക്കുക. കീ എലമെന്റിന്റെ തൊട്ട് മുകളിലുള്ള വേരിയബിൾ ഏതാന്ന് നോക്കുക. കീ എലമെന്റിന്റെ തൊട്ട് മുകളിൽ ഏതാ ഉള്ളത്? x2 ആണുള്ളത്. x2 ആണുള്ളത്. എന്നാൽ അതിന്റെ കറസ്പോണ്ടിങ് ഇവിടെ എന്താ ഉള്ളത്? s1 ആണുള്ളത്. അപ്പൊ s1 എന്തായി? s1 ഇതിൽ നിന്ന് ഔട്ടായി. പകരം ഏത് വന്ന്? x2 വന്ന്. മനസ്സിലായോ? കീ എലമെന്റിന്റെ തൊട്ട് മുകളിലുള്ളത് എൻട്രിങ് ആണ്. എന്നാൽ കീ എലമെന്റിന്റെ റോയിലുള്ളത് ലീവിംഗ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഔട്ടാക്കി പകരം നമ്മൾ x2 എഴുതി. s2ന് മാറ്റമുണ്ടോ? അതിന് മാറ്റമില്ല. s2 തന്നെ. ഇനി x2ന്റെ കോഎഫിഷ്യന്റ് എന്താ? x2ന്റെ ഏത് കോഎഫിഷ്യന്റ് ആണ് നോക്കുന്നത്? z-ലെ കോഎഫിഷ്യന്റ് ആണ് നോക്കുന്നത്. z-ലെ കോഎഫിഷ്യന്റ് ആണ് x2ലെ. ഇതാണ് നമ്മളെ yb എന്ന് പറയുന്നത്, cb എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറഞ്ഞ x2ലെ z-ന്റെ കോഎഫിഷ്യന്റ് 16 ആണ്. സോ 16. ഇനി s2ന്റെ കോഎഫിഷ്യന്റ് എന്താ? z-ലെ മാറ്റൊന്നുമില്ല, 0 ആണ്. ഇനി അടുത്ത എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്? അടുത്ത സ്റ്റെപ്പ് എന്താ? കീ റോയിലെ അല്ലെങ്കിൽ കീ എലമെന്റ് ഉള്ള റോയിനെ ആ കീ എലമെന്റുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം.
കീ റോയിലുള്ള കംപ്ലീറ്റ് എലമെന്റ്സിന് കീ റോയിലുള്ള അല്ലെങ്കിൽ കീ എലമെന്റിലുള്ള കീ റോയിലിനെ എല്ലാ കീ എലമെന്റ് ഉള്ള കീ റോയിനെ നമ്മൾ ത്രൂ ഔട്ട് കീ എലമെന്റുമായിട്ട് ഡിവൈഡ് ചെയ്യണം. കീ എലമെന്റ് 20 ആണ്. സോ ആ റോ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ 20 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ 120 by 20 6 ആണ്. 10 by 20 1 by 2, 20 by 20 key 1 by 2, 20 by 20 is 1, 1 by 20 and 0 by 0. 1 by 20 ആണ്. 1 by 20 and 0. അപ്പൊ എന്താ ചെയ്തത്, കീ എലമെന്റിലുള്ള റോയിനെ കീ എലമെന്റുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. So 120 by 6, 120 by 20 60, 10 by 20 1 by 2, 20 by 20 1 and 1 by 20 0 by 20 0. അപ്പൊ ഈ റോ എന്തായിരിക്കും, ഈ റോ ആണ് നമ്മൾ R1. ഇത് ഫസ്റ്റ് റോ ആയതുകൊണ്ടാണ് R1. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നമുക്ക് സെക്കൻഡ് റോയിലായിരുന്നു കീ എലമെന്റ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ അവിടെ കംപ്ലീറ്റ് കീ എലമെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന് R2 ആണ് മാർക്ക് ചെയ്തത്. കാരണം അവിടെ സെക്കൻഡ് റോയിലായിരുന്നു നമുക്ക് കീ എലമെന്റ് കിട്ടുക. ഇവിടെ കീ എലമെന്റ് ഫസ്റ്റ് റോയിലാണ് കിട്ടുന്നത്. സോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന റോ നമ്മൾ R1 മാർക്ക് ചെയ്യുന്നു. R2 ഏതാ, R2 ഇതാണ്. ഇനി ഏതിനെ 0 ആക്കേണ്ടത്, ആദ്യം നമ്മൾ 0 ആക്കേണ്ടത് ഈ കറസ്പോണ്ടിങ് 1ന്റെ കറസ്പോണ്ടിങ് R2യിലെ എലമെന്റ്. ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് R2യിലെ ഏത് എലമെന്റ് ആണുള്ളത്, ഈ എലമെന്റ് ആണുള്ളത്. ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് R2യിലുള്ള എലമെന്റ് ആണ് ഈ 8. 8നെ എങ്ങനെ നമുക്ക് 0 ആക്കാം, ഈ 8നെ ഈ 1നെ കറസ്പോണ്ട് ചെയ്തിട്ട് എങ്ങനെ 0 ആക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന R2 is equal to R2 minus 0 ആണെങ്കിൽ എന്ത് ചെയ്യണം, R1ന്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്യണം, 8 into R1 അല്ലേ. ഈ 1ന്റെ കൂടെ 8നെ മൾട്ടിപ്ലൈ ചെയ്താലല്ലേ 8 minus 8 0 വരുള്ളൂ. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് R2 equal to R2 minus 8 R1. അപ്പൊ നമ്മൾ ഇവിടെ മുതൽ തുടങ്ങാം, ഇവിടെ മുതൽ ചെയ്തു നോക്കാം. സോ ആദ്യത്തെ നമുക്ക് 80 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, R2 equal to R2 minus R2 ഏതാ, ഇതാണ് R2. 80 minus ഏതാ, 80 minus 8 into R1ന്റെ കറസ്പോണ്ടിങ് എലമെന്റ്. R1ന്റെ കറസ്പോണ്ടിങ് 6 ആണുള്ളത്. 80ക്ക് കറസ്പോണ്ടിങ് R1ലുള്ളത് 6 ആണ്. സോ 80 in minus 8 into 6. ഇനി അടുത്തത് R2 gives എന്താ, ഇവിടെ ഏതാ ഉള്ളത്, 8 ആണുള്ളത്. 8 minus 8 into ഇവിടെ ഏത് എലമെന്റ് ഉള്ളത്, 1 by 2. ഇന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് വേണമെങ്കിൽ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇവിടെ മൈനസ് ആണ്. 8 into R1 തെറ്റുന്നതിന് പകരം ആദ്യം R1 എഴുതി വെച്ചാൽ മതി. R1ലുള്ള എലമെന്റ്സ് ആദ്യം എഴുതി വെച്ചാൽ മതി. 8 into 6 കഴിഞ്ഞ് 8 into 1 by 2 കഴിഞ്ഞ് 8 into 1 അടുത്തത് എന്തായിരിക്കും, 8 into 1 by 20 ആയിരിക്കും. അടുത്തത് 8 into 0 ആയിരിക്കും. 8 into 0 ആയിരിക്കും. ഈ ഒരു റോയിനാണല്ലോ നമ്മൾ 8 into R1 ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ കറസ്പോണ്ടിങ് മുകളിലുള്ള എലമെന്റ്സിനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇത് R2 ആണ്. R2 അപ്പൊ 1ന് കറസ്പോണ്ടിങ് ഇവിടെ എന്താ ഉള്ളത്, 8 ആണുള്ളത്. സോ 8 മൈനസ് അടുത്ത നോക്കിക്കോ, R2 equal to R2 മൈനസ് അടുത്ത R2 ഏതാ, 0 ആണ്. 0 മൈനസ് അതിന്റെ കറസ്പോണ്ടിങ് 1 by 20 ആണ്. സോ 8 into 1 by 20. അടുത്തത് R2 മൈനസ് R2ലെ വാല്യൂ ഏതാ, 1 ആണ്. 1 മൈനസ് 8 into 0. വാല്യൂസ് എന്തൊക്കെയാ വരുന്നത്, വാല്യൂസ് വരുന്നത് നോക്കാം. വാല്യൂസിനെ ഞാൻ ഇപ്പത്തേക്ക് എഴുതുന്നുണ്ട്. 80 minus 8 into 6. 80 minus 8 into 6 എന്ന് പറയുന്നത് 80 minus 48 ആണ്. That is 32. അപ്പൊ ഇവിടെ എന്തായി, ഇവിടെ 32 ആയി. അടുത്തത് 8 minus 8 into 1 by 2. 8 into 1 by 2 എന്ന് പറയുന്നത് 4 ആണ്. So 8 minus 4 4. അപ്പൊ ഇവിടെ എന്തായി,
4 ആയി. അടുത്തത് 8 minus 8 0 ആണ്. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അതാണ്. കീ എലമെന്റിനെ ഡിവൈഡ് ചെയ്ത് 1 ആയതിന്റെ തൊട്ട് മുകളിലുള്ള അല്ലെങ്കിൽ തൊട്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള റോ എലമെന്റിനെ നമ്മൾ 0 ആക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഏത് ഇക്വേഷൻ തന്നെ കിട്ടിയത്? R2 minus 8R1 എന്നുള്ള ഇക്വേഷൻ തന്നെ കിട്ടിയത്. അടുത്തത് 1/20 0 minus 8/20 നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4 2 and 2/5 2/5. അടുത്തതോ 1 minus 8 into 0 0 ആണ്. സോ 1 minus 8 into 0 0. 1 minus 0 is equal to 1. So 1. അപ്പൊ നമുക്ക് അടുത്ത ടേബിൾ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ZJ കാണണം, ZJ minus CJ കാണണം. ബോർഡില് സൗകര്യം കുറവാണ്, ഞാൻ മുകളിലേക്ക് മായ്ച്ചിട്ട് എഴുതാം. ഓക്കെ, നമുക്ക് ZJ ആദ്യം ZJ കാണണം, പിന്നെ ZJ minus CJ കാണണം. ZJ minus CJ കാണണം. ZJ എങ്ങനെയായിരുന്നു കാണുന്നത്? ZJ കാണുന്നത് ഇവിടെയുള്ള എലമെന്റ് ഇൻറ്റു ഇത് പ്ലസ് ഇവിടെയുള്ള എലമെന്റ് ഇൻറ്റു ഇത്. അപ്പൊ ഇവിടെ എന്താ വരിക? 16 into 1/2 plus 0 into 4. അങ്ങനെ വരിക 16 into 1/2 plus 0 into 4. 0 into 4. That is equal to 16 into 1/2 8 ആണ്. 8 plus 0 is equal to 8. So ഇവിടെ എന്തായി? 8 ആയി. അടുത്തത് 16 into 1 plus 0 into 0. That is 16 into 1 plus 0 into 0. എന്താണ്? 16 ആണ്. So അടുത്ത എലമെന്റ് 16. ഇനി അടുത്ത എലമെന്റ് നോക്കാം. അടുത്തത് 16 into 1/20 plus 0 into 2/5. 16 into 1/20 plus 0 into 2/5. That is equal to 16/20. 16/20 എന്ന് പറയുന്നത് 4/5 ആണ്. സോ ഇവിടെ എന്ത് വരും? ഇവിടെ 4/5 വരും. 4/5. അടുത്തതോ? അടുത്ത 16 into 0 plus 0 into 1. That is 0. So ഇവിടെ എന്തായി? 0. ZJ. അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? ZJ minus CJ. ഇതാണ് ZJ, ഇതാണ് CJ. 8 minus 12. 8 minus 12 minus 4. 16 minus 16 0. 4/5 minus 0. 4/5 and 0 minus 0 0. ഓക്കെ, ഇനി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇറ്ററേഷൻ റീസൺ എന്താ? റീസൺ നമ്മള് ഇവിടെ നെഗറ്റീവ് വാല്യൂ ഉണ്ട്. നെഗറ്റീവ് വാല്യൂ ഉള്ളിടത്തോളം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അടുത്ത ഇറ്ററേഷൻ നമ്മൾ ചെയ്യണം. അപ്പൊ -4 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കറസ്പോണ്ടിങ് കീ റോയും കറസ്പോണ്ടിങ് കീ കോളം നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഓക്കെ, ടേബിൾ ഞാനൊന്ന് ഷോർട്ട് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ കീ റോ കീ എലമെന്റ് ഒക്കെ കണ്ടുപിടിക്കണം. അപ്പൊ കീ കോളം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ZJ minus CJ മിനിമം വാല്യൂ ആണ്. ഇതിൽ മിനിമം വാല്യൂ -4 ആണ്. ഇപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് കോളമാണ് നമ്മള് കീ കോളം എന്ന് പറയുന്നത്. ഇതിന്റെ കറസ്പോണ്ടിങ് കോളമാണ് നമ്മള് കീ കോളം എന്ന് പറയുന്നത്. ഇനി കീ കോളം കണ്ടുകഴിഞ്ഞാൽ അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? റേഷ്യോസ് കണ്ടുപിടിക്കണം. അടുത്ത നമ്മള് കീ റോ കണ്ടുപിടിക്കണമെങ്കിൽ റേഷ്യോസ് കണ്ടുപിടിക്കണം. എങ്ങനെയാ റേഷ്യോസ് കണ്ടുപിടിക്കുന്നത്? XBന്റെ വാല്യൂസ് ഡിവൈഡഡ് ബൈ കീ കോളമിലെ വാല്യൂ. ഇവിടെ എന്താ പറയുന്നത്? 6 divided by 1/2 is equal to 6 into 2 which is equal to 12. ഇത് 1/2 ആണ്. 2 മുകളിലേക്ക് പോകും. സോ 6 into 2 വരും. That is 12. അടുത്തതോ 32/4. 32/4. അടുത്ത വരുന്നത് 32/. ഇനി കൺഫ്യൂഷൻ ഉണ്ട്, ഇവിടെ തന്നെ എഴുതാം. 6 divided by 1/2 is equal to 12. പിന്നെ 32 divided by 4.
is equal to 8. ഇനി എന്താ നോക്കണ്ടേ? ഇതിലേതാ മിനിമം വാല്യൂ നോക്കാം. റേഷ്യോയിൽ ഏതാ മിനിമം വാല്യൂ വരുന്നത്? റേഷ്യോയിൽ മിനിമം വാല്യൂ 8 ആണ്. അങ്ങനെയാണ് നമ്മളെ കറസ്പോണ്ടിങ് റോ ഏതാ? കറസ്പോണ്ടിങ് റോ എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ കറസ്പോണ്ടിങ് റോ. അപ്പൊ കീ എലമെന്റ് ഏതായിരിക്കും? ഇന്റർസെക്ഷൻ വാല്യൂ 4. ഇതാണ് നമ്മളെ കീ എലമെന്റ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ, മാറ്റമൊന്നുമില്ല. ഇറ്ററേഷൻ വരുന്നത് മാറ്റമൊന്നുമില്ല, നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ റോയിലെ കംപ്ലീറ്റ് എലമെന്റ്സിനെ നമ്മൾ മാറ്റിയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ പറഞ്ഞോ, നമുക്ക് അടുത്ത റോയിലെ എലമെന്റ്സ് മാത്രം മതി. ഓക്കെ, ഏതാ? ആദ്യം 32/4, 8, 4/4, 1, 0/4, 0, 2 divided by 5/4 വരും. 2 divided by 5/4, that is 2/5 into 4. എന്ത് വരും? 2, 4 cancel ആയി, that is 1/10 വരും. 2 divided by 5/4 എന്ന് പറയുന്നത് 1/10. 1/10. 0/4, 0. സോ അപ്പൊ നമ്മൾ എന്തായി? അതിന്റെ മുന്നേ നമ്മൾ ഇവിടെ എഴുതാൻ മറന്നു പോയിട്ടുണ്ടോ? ഇവിടെ എഴുതാൻ മറന്നു പോയിട്ടുണ്ട്. ഇവിടെ എന്താ എഴുതാൻ മറന്നു? സോറി, ഇത് എഴുതുന്നതിന്റെ മുന്നേ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കാണ്ടായിരുന്നു. ഇതില് എൻട്രിങ് വേരിയബിളും ലീവിങ് വേരിയബിളും. ഈ 4ന് കറസ്പോണ്ടിങ് മുകളിലുള്ള വാല്യൂ ഏതാ? x1 ആണ്. അപ്പൊ നമ്മള് ഏതിനെ മാറ്റിയിട്ട് x1 എടുക്കണം? കറസ്പോണ്ടിങ് റോയിലെ എലമെന്റ് s2നെ മാറ്റിയിട്ട് x1 എടുക്കണം. ഇതിനെ മാറ്റിയിട്ട് ഇതിന്റെ തൊട്ട് മുകളിൽ ഏതാ വേരിയബിൾ നോക്കാം. ആ വേരിയബിൾ കറസ്പോണ്ടിങ് റോയിലെ വേരിയബിളിനെ മാറ്റിയിട്ട് നമ്മൾ അടുത്ത ഇവിടെ ഉള്ള വേരിയബിൾ ഏതാണോ അത് കൊടുക്കണം. കീ എലമെന്റിന്റെ തൊട്ട് മുകളിലുള്ളത്. അപ്പൊ അത് x1 ആണ്. x2 ആയിട്ട് തന്നെ ഉണ്ട്. ഓൾറെഡി അവിടെ x2 ഉണ്ടായിരുന്നു. 16 x2 ഉണ്ടായിരുന്നു. x1 ആയി. ഇനി x1ലെ കോഎഫിഷ്യന്റ് എന്തായിരുന്നു? നമ്മളെ ഇക്വേഷനില് x1ന്റെ കോഎഫിഷ്യന്റും 16 ആയിരുന്നു. z is equal to 12 ആണ്. z is equal to 12x1 plus 16x2 എന്നായിരുന്നു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. സോ x1ൽ z-ന്റെ കോഎഫിഷ്യന്റ് 12 ആണ്. സോ 12 ആയി. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ കീ എലമെന്റിന് ആ റോയിലെ കംപ്ലീറ്റ് എലമെന്റ്സുമായിട്ട് ഈ എലമെന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. സോ 8, 1, 0, 1/10, 0. അപ്പൊ ഇതെന്തായി? ഇത് നേരത്തെ ചെയ്ത പോലെ R2 ഇത് സെക്കൻഡ് റോ ആണ്. സോ ഈ റോ കറസ്പോണ്ട് ചെയ്തിട്ട് വേണം നമ്മൾ മുകളിലത്തെ R1നെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ 1നെയാണ്. കീ എലമെന്റിനെ 1 ആക്കി മാറ്റി 1ലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ 1ന്റെ തൊട്ട് മുകളിലുള്ള എലമെന്റ് അഥവാ ഈ 1ന്റെ കറസ്പോണ്ടിങ് R1ലുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് റോയിലുള്ള എലമെന്റ് ഏതാന്ന് നോക്കാം. ആ എലമെന്റിനെ നമ്മൾ 0 ആക്കണം. അപ്പൊ നമ്മൾ 0 ആക്കേണ്ടത് ഏത് എലമെന്റിനെയാ? ഈ എലമെന്റിനെയാണ് നമ്മൾ 0 ആക്കേണ്ടത്. ഈ 1/2 എന്ന് പറയുന്ന എലമെന്റിനെ. എങ്ങനെ 0 ആക്കാം? R1ലെ എലമെന്റിനെയാണ് 0 ആക്കേണ്ടത്. സോ R1 is equal to R1 മൈനസ് എന്തോ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0 ആകും. R1 മൈനസ് ഏതാ? R2 ഇവിടെ ഉണ്ടാവും. R2ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇത് 0 ആവുക? 1/2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R1 minus 1/2 into R2. R1 minus 1/2 into R2 is equal to ഇത് വരും. അപ്പൊ ഈ എലമെന്റ് 0 ആയിപ്പോ. ഇത് ഏതിന് ബാധകമാണ്? ഈ കംപ്ലീറ്റ് ഈ റോയിലുള്ള കംപ്ലീറ്റ് R1ലുള്ള എല്ലാ എലമെന്റ്സിനും ഇത് ബാധകമാണ്. അങ്ങനെയാണ് നമ്മള് 6 മുതലുള്ള എലമെന്റ് മുതൽ തുടങ്ങാം. R1 is equal to ഫസ്റ്റ് 6 ആണ് എടുക്കുന്നത്. 6 minus 1/2 into corresponding R2ൽ ഏതാ എലമെന്റ് ഉള്ള? R2 ഇതാണ്. R2ൽ 8 ആണുള്ളത്. corresponding R2ൽ എലമെന്റ് into 8. അടുത്ത 1/2. R1 equal to എന്താ? R1 minus 1/2 minus R2ൽ ഏതാ? 1 ആണുള്ളത്. 1/2 into 1. ഇനി ഇങ്ങനെ ഓരോ പ്രാവശ്യം ഈ എലമെന്റ് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചു. മൈനസ്
1/2 into 1 കഴിഞ്ഞാൽ പിന്നെ 0 ആണുള്ളത്. പിന്നെ -1/2 into 0 കഴിഞ്ഞാൽ 1/10 ആണുള്ളത്. പിന്നെ ലാസ്റ്റ് എലമെന്റ് R2 ഏതാ -1/2 into 0. എന്നാ പിന്നെ ഓർഡർ തെറ്റിപ്പോകില്ല. ചിലപ്പോൾ മുകളിൽ താഴേക്ക് വരുമ്പം തെറ്റിപ്പോകാൻ മതി. അപ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ഇങ്ങനെ വന്നിട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ R1 is equal to 1/2 കഴിഞ്ഞ് അടുത്ത R1ലെ എലമെന്റ് ഏതാ 1 ആണ്. സോ 1 minus 1/2 into 0. അടുത്ത R1ലെ എലമെന്റ് ഏതാണ്? അടുത്ത R1ലെ എലമെന്റ് 1 കഴിഞ്ഞാൽ 1/20. സോ 1/20. അടുത്ത R1ലെ എലമെന്റ് ഏതാ 0 ആണ്. സോ 0 മൈനസ് വാല്യൂസ് നോക്കാം. 6 minus 8/2 എന്ന് പറഞ്ഞാല് 4 ആണ്. അപ്പൊ 6/4 6 minus 4 2 ആണ്. ഓക്കെ. അടുത്തത് 1/2 minus 1/2 0 ആണ്. അടുത്തത് 1 minus 0 1/2 into 0 0 ആണ്. സോ 1 minus 0 1. അടുത്തത് 1/2 into 10 that is 1/20 minus 1/20 0. അടുത്തത് 0 minus 0 വരും. സോ 0. അപ്പോൾ വാല്യൂസ് ഡയറക്റ്റ് ഇവിടെ എഴുതിയാൽ മതി. ഇത് മുതലാ 2 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, 0 0. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് കഴിഞ്ഞ പിന്നെ എന്താ ചെയ്യേണ്ടത്? ZJ മൈനസ് CJ കാണണം. ഓക്കെ, ZJ കാണാം. ZJ എങ്ങനെയാ കാണുന്നത്? ഇവിടുത്തെ എലമെന്റ് ഇൻറ്റു ഇത് പ്ലസ് ഈ എലമെന്റ് ഇൻറ്റു ഇത്. അപ്പൊ എന്താ വരാ? 16 into 0 plus 12 into 1 12. 16 into 1 plus 12 into 0 16. Now 16 into 0 plus 12 into 1/10 and 12/10. അടുത്തത് 16 into 0 plus 12 into 0 0. ZJ minus CJ. CJ ഏതാ? CJ നമ്മളെ ഏറ്റവും ടോപ്പിലുള്ള സംഭവമാണ് നമ്മളെ CJ എന്ന് പറയുന്നത്. CJ നമ്മളെ ഏറ്റവും ടോപ്പിലുള്ള ഇതാണ് CJ. ZJ minus CJ 12 minus 12 0. 16 minus 16 0. 12/10 minus 0 12/10. 0 minus 0 0. നോക്കിക്കേ, ZJ minus CJ ന്റെ വാല്യൂസ് നോക്കിക്കേ. നെഗറ്റീവ് ഉണ്ടോ? ഇതിൽ നെഗറ്റീവ് ഉണ്ടോ? ഒറ്റ വാല്യൂ നെഗറ്റീവ് ഇല്ല. എല്ലാം ഈക്വൽ ടു 0 ഗ്രേറ്റർ ദാൻ 0 ആണ്. പോസിറ്റീവ് ആണ്. 0യോ അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യണോ? വേണ്ട. നമ്മൾ ഇറ്ററേഷൻ ഇവിടെ സ്റ്റോപ്പ് ആവും. കാരണം എന്താ? നെഗറ്റീവ് വാല്യൂസ് ഇല്ല. നെഗറ്റീവ് വാല്യൂസ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മിനിമം വാല്യൂ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ എന്ത് കണ്ടുപിടിക്കണം? നമ്മള് വാല്യൂസ് ഏതൊക്കെയാണ്? x1 x2 ന്റെ ഒക്കെ വാല്യൂസ് ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ കണ്ടുപിടിക്കണം. അപ്പൊ നോക്കാം എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്. ഇത് x1 ന്റെ വാല്യൂ, ഇത് x2 ന്റെ വാല്യൂ. സോ x1 is equal to 8. ഇതാണ് നമ്മളെ സൊല്യൂഷൻസ്. ഇതാണ് സൊല്യൂഷൻസ്. x1 8, x2 എന്ന് പറയുന്നത് 2, x2 is equal to 2 and maximum z. Maximum z എന്തായിരുന്നു? 16x1 plus 12x2 ആയിരുന്നു. 16x1 plus 12x2. Sorry, 12x1 plus 16x2. 12x1 plus 16x2. ഇതായിരുന്നു നമ്മളെ z. സോ ഇവിടെ എന്ത് വരും? z is equal to 12 into 2 plus 16 into 8. 12 into 2 plus 16 into 8. Oh, sorry. 12 into 8 plus 16 into 2 ആണ്. x1 8 അല്ല, x1 8 x2 2 ആണ്. So x1 8 x2 2 ആണ്. 12 into 8 plus 16 into 2. That is എന്ത് വരും? വാല്യൂ എന്ത് വരും? 12 into 8 എന്ന് പറയുമ്പോൾ 96 plus 16 into 2 32 ആണ്. That is 128. നമ്മളെ maximum z is equal to 128. So x1 ന്റെ വാല്യൂ 8 ആണ്, x2 ന്റെ വാല്യൂ 2 ആണ്, and maximum value is 128. Okay, അപ്പോൾ
നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ പറയാം, വാല്യൂസ് ഒന്നുകൂടെ എടുക്കുന്നത് പറയാം. നമ്മൾ ആദ്യം CJ ആണ് എഴുതുന്നത്, അത് കഴിഞ്ഞ് CB, YB, XB, പിന്നെ നമ്മൾ വേരിയബിൾസ് X1, X2, സ്ലാക്ക് വേരിയബിൾ S1, S2. ഫസ്റ്റിൽ നമ്മൾ ഈ ഒരു കൺസ്ട്രെയിൻസിന്റെ കോഎഫിഷ്യൻസ് ഒക്കെ മാത്രമേ എഴുതുന്നുള്ളൂ. XP എന്ന് പറയുന്നത് നമ്മൾ ഈക്വൽ ടു എഴുതുന്ന സൊല്യൂഷൻസ് ആണ്. അതിനുശേഷം നമ്മൾ ZJ കണ്ടുപിടിക്കും. ZJ ഓർക്കണം, CBന്റെ കോഎഫിഷ്യൻസ് ഇൻറ്റു കറസ്പോണ്ടിങ് കോളം എലമെന്റ്സിനെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതാണ് ZJന്റെ വാല്യൂ. ZJ മൈനസ് CJ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കറസ്പോണ്ടിങ് കോളം കണ്ടുപിടിക്കുന്നത്. കറസ്പോണ്ടിങ് കോളം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കണം. റേഷ്യോയിലെ മിനിമം വാല്യൂ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ കറസ്പോണ്ടിങ് റോ, കീ റോ കണ്ടുപിടിക്കണം. രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കീ എലമെന്റ്. അപ്പോൾ ZJ മൈനസ് CJയിൽ നെഗറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത്രയും പ്രോസസ്സ് ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ ഇറ്ററേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു.